മഴതോരും മുൻപെയുടെ വരാനിരിക്കുന്നൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അലീനയുടെ ആവശ്യപ്രകാരം ഔതുകുട്ടിച്ചായനും അലീനയും കൂടി എൽസമ്മയെയും മക്കളെയും കാണാനായിട്ട് അഞ്ചലിലേക്ക് എത്തിയിരിക്കുകയാണ്. അലീനയും ഔതുകുട്ടിച്ചായനും കൂടി അവിടെ എത്തിയത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല എൽസമ്മയ്ക്ക്. ഒരുപാട് വട്ടം അവരോട് അവിടെ നിന്നും ഇറങ്ങിപ്പോവാൻ പറഞ്ഞിട്ടും വല്യപ്പച്ചന് എൽസമ്മയുടെ വർത്താനവും സ്വഭാവവും ഒന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ലെങ്കിലും അലീനയുടെ താല്പര്യപ്രകാരം അദ്ദേഹവും അലീനയ്ക്കൊപ്പം തന്നെ അവിടെ നിൽക്കുകയാണ്. ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടും വാതിലടച്ച് പൂട്ടി ഇവരെ പുറത്താക്കാനൊക്കെ മക്കളോട് നിർദ്ദേശം നൽകിയിട്ടും അലീന വളരെ സാമർത്ഥ്യത്തോടു കൂടി അധികാരത്തോടും കൂടി അവിടെ അകത്തേക്ക് കയറുകയാണ്. അലീന അപ്പോൾ എൽസമ്മയോട് പറയുന്നുണ്ട്, ഇതെൻ്റെ അപ്പച്ചൻ, എൻ്റെ പപ്പ പണിത വീടാണെന്നും എല്ലാവരെയും പോലെ തന്നെ പപ്പയുടെ എല്ലാ സ്വത്തിലും തനിക്ക് അവകാശമുണ്ടെന്നൊക്കെ അലീന കുറച്ച് സാമർത്ഥ്യത്തോടു കൂടി തന്നെ പറയുകയാണ്. അങ്ങനെ അവിടെ കയറിയെ പറ്റിയപ്പോൾ വല്യപ്പച്ചൻ എൽസമ്മയോട് ചോദിക്കുന്നൊക്കെയുണ്ട്, നിൻ്റെ സ്വഭാവം എപ്പോഴാണ് എൽസ ഇങ്ങനെയൊക്കെ മാറിയത്? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്നൊക്കെ. എൽസമ്മയും തീരെ വിട്ടുകൊടുക്കുന്നുണ്ടായിരുന്നില്ല. വല്യപ്പച്ചനോട് പറയുന്നുണ്ട്, എന്നോട് നിങ്ങളെല്ലാവരും പെരുമാറിയത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ടായിരുന്നില്ല, എൻ്റെ ചേച്ചിയാണ് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നതെന്ന്. ആ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എല്ലാത്തിൻ്റെയും കുത്തിത്തിരിപ്പിൻ്റെ ആശാത്തി എൽസമ്മയുടെ ചേച്ചി തന്നെയാണെന്ന്. എൽസമ്മയ്ക്ക് 3 സഹോദരന്മാരും ഒരു സഹോദരിയുമാണുള്ളത്. സഹോദരിയുടെ നേതൃത്വത്തിലാണ് എൽസമ്മയുടെയും മക്കളുടെയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതായത് പണം അയക്കുന്നതൊക്കെ സ്റ്റാൻലി തന്നെയാണെങ്കിലും ആ പണം കൈകാര്യം ചെയ്യുന്നതും ഇവർക്ക് എന്ത് കൊടുക്കണമെന്ന് സ്വയം തീരുമാനിച്ച് ഇവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഈ പറഞ്ഞ എൽസമ്മയുടെ ചേച്ചി തന്നെയാണ്. പുള്ളിക്കാരിയുടെ ഇത്രയും നേരത്തെയുള്ള സംസാര രീതിയും മറ്റുള്ളവർ പുള്ളിക്കാരിയെക്കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ പുള്ളിക്കാരി എത്ര കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. അതെ, അത് തന്നെ. എൽസമ്മയുടെ സ്വത്തുക്കളിൽ നിന്നും തട്ടിയെടുത്ത് തൻ്റേതാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് റീത്ത എന്ന് പറയുന്ന എൽസമ്മയുടെ ചേച്ചി. അങ്ങനെ തട്ടിയെടുത്തതും മാന്തിയെടുത്തതുമായിട്ടൊക്കെ പുള്ളിക്കാരിക്ക് ഒരു വലിയ ബംഗ്ലാവും അവിടെ ഇവിടെയായിട്ട് ചെറിയ ചെറിയ സ്ഥലങ്ങളുമൊക്കെ ഉണ്ട്. പിന്നെ തൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും കൂടി സഞ്ചരിക്കാനൊക്കെ ആയിട്ട് സ്റ്റാൻലി കൊടുത്ത കാറിലാണ് പുള്ളിക്കാരി ഞെളിഞ്ഞിരുന്നുള്ള യാത്രയൊക്കെ. ഇതെല്ലാം അലീന മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പക്ഷേ വല്യപ്പച്ചനും തൻ്റെ പപ്പയും പറഞ്ഞ അറിവ് മാത്രമേ റീത്താമ്മയെക്കുറിച്ചുള്ളൂ. കാണാനിരിക്കുന്ന പൂരം പറഞ്ഞു കൂടുതൽ അറിയിക്കണ്ടല്ലോ എന്നാണല്ലോ പഴമക്കാർ പറയുന്നത്. അതുപോലെ തന്നെ ഇനിയുള്ള കാഴ്ചയൊക്കെ കണ്ടു തന്നെ അറിയാം. ഈ കണ്ട കമലയെയും വൈജയെയും ഒക്കെ വെട്ടിച്ച് ഇവിടെ വരെ എത്തിയ അലീനയുടെ അടുത്താണ് ഇനി നമ്മുടെ റീത്താമ്മയുടെ കളികളൊക്കെ കാണാൻ പോകുന്നത്. അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പുറത്തൊരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേൾക്കുകയാണ് അലീനയും ഒപ്പം ഉണ്ടായിരുന്ന എല്ലാവരും. കാറിൻ്റെ ശബ്ദം കേട്ടതോടുകൂടി എൽസമ്മയുടെ മുഖമാകെ മാറുകയാണ്. വല്യപ്പച്ചനും അതാരാണെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും എൽസ ഒന്നും പറയുന്നില്ല. വീണ്ടും അലീന ചോദിക്കുന്നുണ്ട്, ആരാ പുറത്ത് വന്നതെന്ന്. മറുപടിയില്ല. അലീന അത് മൈൻഡ് ചെയ്യാതെ കുട്ടികളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ വല്യപ്പച്ചനും ചേച്ചിയായ ഞാനും കുറച്ച് ദിവസം നിങ്ങൾക്കൊപ്പം താമസിക്കാനാണ് വന്നത്. ഞങ്ങൾക്കായിട്ട് ഒരു മുറി കാണിച്ചു തരാമോന്ന്. കുട്ടികൾക്ക് തൻ്റെ ചേച്ചിയുടെ സാമർത്ഥ്യവും ആ പ്രസരിപ്പൊക്കെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നാൽ തൻ്റെ അമ്മച്ചിയെ മറികടന്നുകൊണ്ട് കുട്ടികൾക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയത്തില്ല, പ്രത്യേകിച്ച് റീത്താമ്മയുടെയും. റീത്താമ്മയെക്കുറിച്ചൊക്കെ അലീന ഇങ്ങനെ ചോദിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ ഈ ചേച്ചിക്ക് എത്രത്തോളം ധൈര്യമുണ്ട്. അതായത് ഇവരുടെ മനസ്സിൽ റീത്താമ്മച്ചി വളരെ ഒരു ദുഷ്ട കഥാപാത്രമാണ്. ഈ കുട്ടികളോട് പെരുമാറുന്ന രീതിയൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ കുട്ടികൾ ചിന്തിക്കുന്നത് ദുഷ്ടയായ റീത്താമ്മച്ചിയെ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് ഈ ചേച്ചിക്ക് എത്രത്തോളം ധൈര്യമുണ്ട് എന്നാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ട മാത്രയിൽ തന്നെ അലീനയോട് ഒരു ആരാധനയൊക്കെ തോന്നുന്നുണ്ട് ഈ കുട്ടികൾക്ക്. ചുരുക്കി പറഞ്ഞാൽ അലീന അനുഭവിച്ചു പോന്ന ഏറ്റവും വലിയ ടാസ്ക് അങ്ങ് നെടുമ്പുരയ്ക്കൽ തറവാട് തന്നെയായിരുന്നു. അതിനുശേഷം അലീന എത്തിപ്പെട്ട ഈ 2 വീടും ഒരുപക്ഷെ അലീനയിൽ ഒരല്പം സാമർത്ഥ്യവുമൊക്കെ വന്നതുകൊണ്ടാവാം അവളെല്ലാം കൂളായിട്ട് തന്നെയാണ് എടുക്കുന്നത്.
എന്നാൽ വല്യപ്പച്ചൻ അലീനയുടെ കാര്യത്തിൽ വല്ലാത്തൊരു അതിശയം തന്നെയാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും അവൾക്ക് മറ്റുള്ളവർ പറയുന്നതൊന്നും അവൾ അങ്ങനെ വലിയ ഗൗരവത്തിലെടുക്കുകയോ അല്ലെങ്കിൽ അവരോടൊരു വാശിയും വൈരാഗ്യവും വെച്ച് അതേ രീതിയിൽ തിരിച്ച് പെരുമാറുകയോ ഒന്നും തന്നെ ഇല്ലല്ലോ എന്ന അതിശയം അദ്ദേഹത്തിനുണ്ട്. എന്നാൽ പുറത്ത് വന്ന കാറിൻ്റെ ശബ്ദം നമ്മൾ അവിടെ നിന്നും വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. പുറത്ത് വന്ന കാറിൻ്റെ ശബ്ദം എന്താണെന്ന് മനസ്സിലാക്കാതെ അലീനയും വല്യപ്പച്ചനും അവരുടേതായ കാര്യത്തിലേക്ക് കടക്കാണ്. ഇതേ സമയം എൽസമ്മ പറയുന്നുണ്ട്, നിങ്ങളിനി വരുന്നിടത്ത് വെച്ച് കണ്ടോ, നിങ്ങളോട് ഞാൻ പറഞ്ഞതാണ് ചേച്ചി വരുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ. ഇപ്പം നിങ്ങൾക്ക് സമാധാനമായല്ലോ. വല്യപ്പച്ചൻ തന്നെ എല്ലാം അറിഞ്ഞിരുന്നുകൊണ്ടും ഈ കുട്ടിയുമായിട്ട് ഇവിടെ വന്ന് കയറേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എല്ലാം അവസാനിപ്പിച്ച് ഞങ്ങൾ ഞങ്ങളുടേതായ കാര്യങ്ങൾ നോക്കി നീങ്ങി മാറി നിൽക്കുകയല്ലേ, എന്തിനാണ് ഞങ്ങളെ വീണ്ടും ശല്യപ്പെടുത്തുന്നതെന്നൊക്കെ എൽസമ്മ ചോദിക്കുകയാണ്. എൽസമ്മയുടെ അരികിലേക്ക് നടന്നു ചെന്നുകൊണ്ട് അലീന ചോദിക്കുന്നുണ്ട്, ആൻറ്റി എന്തിനാണ് പേടിക്കുന്നത്? ആൻറ്റി ആരെയാണ് പേടിക്കുന്നത്? പുറത്ത് വന്നത് കുറച്ച് മുമ്പ് പറഞ്ഞ ആൻറ്റിയുടെ സിസ്റ്ററാണോ? അവരെ ആൻറ്റി ഇങ്ങനെ പേടിക്കേണ്ട ഒരാവശ്യവുമില്ല. ഇല്ലടി, ഞാനേ അവരെ പേടിക്കാതെ നിന്നെ പേടിച്ച് ജീവിക്കാം. എൻ്റെയും എൻ്റെ മക്കളുടെയും ചെലവിന് തരുന്നത് നീയാണല്ലോ, അപ്പോൾ പിന്നെ ഞാൻ പേടിക്കേണ്ടത് നിന്നെയാണല്ലോ. ദേ മക്കളെ, ഇവളെ നാളെ തുടങ്ങിയേ ഒന്ന് പേടിച്ചേക്കിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അലീനയെ വല്ലാതെ ആക്ഷേപിക്കുകയാണ് എൽസമ്മ. അലീന അപ്പോൾ പറയുന്നുണ്ട്, ആൻറ്റി ഒന്നാമത്തെ കാര്യം ആൻറ്റി മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞു തരാം. ആൻറ്റിയുടെയും മക്കളുടെയും ചിലവെല്ലാം നോക്കുന്നത് ഞങ്ങളുടെ പപ്പ തന്നെയാണ്, അല്ലാതെ ഒരിക്കലും ആൻറ്റിയുടെ ചേച്ചിയല്ല. വേണമെങ്കിൽ ഇതുകൂടി കേട്ടോളൂ, ഈ പറയുന്ന ചേച്ചിയുടെയും മക്കളുടെയും ചിലവ് പോലും കഴിഞ്ഞു പോകുന്നത് ഒരു പക്ഷേ ഞങ്ങളുടെ പപ്പയുടെ പൈസ തന്നെ ആവും. ആൻറ്റി വേണമെങ്കിലേ ഇടയ്ക്ക് പോയിട്ട് ഈ പറയുന്ന റീത്താമ്മച്ചിയുടെ അക്കൗണ്ടൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ എന്ന് അലീന പറഞ്ഞു നിർത്തിയ ഉടനെ തന്നെ എൽസമ്മ ഉറക്കെ ചിരിക്കുകയാണ്. അത്രയും സമയം എൽസമ്മയുടെ ആ ഒരു പേടിയും ടെൻഷനൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരു ഭ്രാന്ത് പിടിച്ചൊരു സ്ത്രീയെ പോലെ എൽസ ഇങ്ങനെ അട്ടഹസിച്ച് ചിരിക്കുന്നത് കണ്ടിട്ട് അലീനയും വല്യപ്പച്ചനും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. കുട്ടികളും തങ്ങളുടെ അമ്മച്ചിക്ക് ഭ്രാന്തായി പോയോ എന്ന് അവരും പരസ്പരം നോക്കുകയാണ്. കുറച്ച് സമയത്തെ ആ ഒരു അട്ടഹാസത്തിന് ശേഷം എൽസമ്മ പറയുന്നുണ്ട്, കൊള്ളാലോടി മോളെ നിൻ്റെ കണ്ടുപിടുത്തം. നീ ഇതൊക്കെ എവിടെ നിന്ന് കണ്ടുപിടിച്ച് വരുന്നു? ചേച്ചി കേൾക്കുക പോലും വേണ്ട. ചേച്ചിയുടെ അക്കൗണ്ടിൽ അവളുടെ പപ്പയുടെ കാശ്. ദേ പെണ്ണെ, എന്നെക്കൊണ്ട് നീ കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. ചേച്ചിയെ അവിടെ വീട്ടിൽ കയറിയിട്ട് ഇവിടെ കുട്ടികൾക്കായിട്ട് എന്തെങ്കിലും മേടിച്ചു കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതായിട്ട് ഇപ്പോൾ ഇവിടെ എത്തും. അതിനു മുമ്പ് നീയും നിൻ്റെ വല്യപ്പച്ചനും കൂടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ നോക്ക്. ചേച്ചിയോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവായിക്കോളാം എന്ന് പറയുകയാണ്. എൽസമ്മയുടെ ആ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ അലീന വല്യപ്പച്ചനോട് പറയുകയാണ്, വല്യപ്പച്ച നമുക്ക് മുകളിലെ മുറിയിലേക്ക് പോവാം. അവിടെ ആയിരിക്കില്ലേ ഗസ്റ്റ് റൂമൊക്കെ ഉണ്ടാവുക. അതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് എടുക്കാന്നേ. ഇവിടെ നിന്ന് നോക്കിയിട്ട് ഒരു പക്ഷേ 1-2 റൂം മുകളിൽ കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വല്യപ്പച്ചൻ പറയുകയാണ്, താഴെ 2 റൂമും മുകളിൽ 3 റൂമും ആയിട്ടാണ് മോളെ ഈ വീട് പണിതിരിക്കുന്നതെന്ന്. അപ്പോൾ അലീന പറയാണ്, കണ്ടോ എൻ്റെ കാൽക്കുലേഷൻ തെറ്റിയില്ല. വല്യപ്പച്ചൻ വന്നേ, അതിലേതെങ്കിലും 2 റൂമോ 1 റൂമോ നമുക്ക് എടുത്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അലീന സ്റ്റെപ്പ് കയറാൻ നേരത്ത് എൽസമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. എൽസമ്മ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്ക് എന്തോ നക്കാപ്പിച്ച സാധനങ്ങൾ വാങ്ങി നമ്മുടെ റീത്താമ്മച്ചി വീടിന് ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് റീത്താമ്മച്ചി വരുമെന്ന് പേടിച്ചിട്ട് തന്നെ എൽസമ്മ വാതിലടച്ച് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് പുള്ളിക്കാരി പുറത്തു നിന്ന് ഡോറ് തള്ളി തുറക്കാൻ ശ്രമിച്ചിരുന്നു. എല്ലായിടത്തും അധികാരമുണ്ട്. അനിയത്തിയുടെ വീടാണെങ്കിലും ഓടിക്കയറാനുള്ള സകല അധികാരവും കയ്യിലെടുത്തൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഡോറ് തുറക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. എൽസമ്മ വന്ന് ഡോറ് ഒന്ന് പതറിക്കൊണ്ടാണ് ഡോറ് തുറക്കുന്നത്. കാരണം അലീനയെയും വല്യപ്പച്ചനെയും അകത്ത് കയറ്റിയതിന് ഉറപ്പായിട്ടും തൻ്റെ ചേച്ചിയിൽ നിന്നും ചേച്ചിയുടെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കാനുള്ള സാധ്യതയുണ്ടെന്ന് എൽസമ്മയ്ക്ക് അറിയാമായിരുന്നു. എൽസ ഡോറ് തുറക്കുമ്പോൾ തന്നെ കയ്യിലുള്ള കവറ് എൽസമ്മയുടെ കയ്യിലേക്കായി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് റീത്ത പറയുകയാണ്, എന്നതാടി ഡോറ് തുറക്കാനായിട്ട് നിനക്കൊരു ബുദ്ധിമുട്ട്?
കുട്ടികൾക്കേ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചതാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുട്ടികളോട്, നീയൊക്കെ എന്താടി ഈ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ ഇങ്ങനെ ഇരിക്കുന്നേ, നിനക്കൊന്നും പഠിക്കാനൊന്നുമില്ലേ? അടുത്തത് കുട്ടികളുടെ മെക്കിട്ട് കയറാൻ തയ്യാറായി. അകത്തേക്ക് കയറാൻ സ്റ്റെപ്പ് ഇങ്ങോട്ട് വെച്ചപ്പോഴേക്കും എൽസമ്മ കയറാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് തന്നെ എന്തോ പറഞ്ഞ് കിടക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് പുറത്ത് സ്റ്റെപ്പിൽ 2 ചെരുപ്പ് കിടക്കുന്നത് റീത്താമ്മച്ചിയുടെ കണ്ണിൽ പെടുന്നത്. റീത്താമ്മച്ചി ചോദിക്കുകയാണ്, ഇതാരതാ പുതിയൊരു ചെരുപ്പ്, അതും ആണുങ്ങളുടെ? ജോജോൻ്റെ ചെരുപ്പ് ഇതൊന്നും അല്ലല്ലോ, കുറച്ച് പ്രായമായ ആരുടെ ചെരുപ്പാണല്ലോ ഇതെന്ന്. മുകളിൽ നിന്നുകൊണ്ട് അലീനയും വല്യപ്പച്ചനും മുറിയിലേക്ക് കയറുന്നുണ്ട്. ഇതേ സമയം ആ മുറിയുടെ അവസ്ഥ കണ്ടിട്ട് അലീനയ്ക്ക് ആകപ്പാടെ ഒരു മനം പുരട്ടലും വല്ലാത്തൊരു വിമ്മിഷ്ടവും തോന്നുകയാണ്. മുഷിഞ്ഞു നാറിയ വസ്ത്രങ്ങളും അവിടെ ഇവിടെയായിട്ട് ബിസ്ക്കറ്റിൻ്റെ കവറും പുറത്തിട്ടുകൊണ്ട് പോയ ചെരുപ്പ് ഒന്ന് തട്ടിക്കൊടഞ്ഞ് മണ്ണ് പോലും കളയാതെ ആ ചെളിയോടുകൂടി കൊണ്ടുവന്ന് ആ കട്ടിലിനരികിൽ ഉരുട്ടിയിരിക്കുന്നു. മുടിയേറിയ ചെറുപ്പിൽ നിറച്ച് മുടിയോടുകൂടി പറ്റി പിടിച്ചിരിക്കുന്നു. കാലങ്ങളായിട്ട് ആ ചെറുപ്പ് വാഷ് ചെയ്യുകയോ ആ ചീപ്പിൽ നിന്ന് മുടി പോലും എടുത്ത് കളയുകയോ ചെയ്തിട്ടില്ല. അലീനയ്ക്ക് ഇതെല്ലാം കൂടി കണ്ടിട്ട് വല്ലാത്തൊരു വിമ്മിഷ്ടം തോന്നാണ്. അലീന ഇതെല്ലാം കൂടി നോക്കിയിട്ട് വല്യപ്പച്ചനോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ വല്യപ്പച്ച അത്? ഇത് എന്തൊരു വീടാ ഇത്? കയറി വന്നപ്പോഴേ എനിക്ക് മനസ്സിലായതാ. പക്ഷേ നമ്മൾ കിടക്കുന്നൊരു റൂമിൻ്റെ പോലും അവസ്ഥ ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഈ എൽസാമ്മച്ചിക്ക് ഇവിടെ എന്താ ജോലി? പുറത്തെന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ? ഓ, അതെന്നാത്തിനാ ചോദിക്കുന്നേ? പുറത്ത് ജോലിക്ക് പോകുന്നവരും വീടും പരിസരമൊക്കെ എത്ര ഭംഗിക്ക് കൊണ്ട് നടക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നു. നമ്മളിനി ഇവിടെ ഒന്ന് കയറി കിടക്കണമെങ്കിൽ ഈ മുറി മുഴുവൻ ഒന്ന് വൃത്തിയാക്കിയല്ലേ പറ്റൂ വല്യപ്പച്ച. നമ്മൾക്കേ അപ്പുറത്തെ മുറി കൂടി ഒന്ന് നോക്കാം മോളെ. നമ്മളെന്തിനാ ഈ വന്ന് കിടന്ന് ഇവിടത്തെ കുപ്പയും ചവറുമൊന്നും വാരേണ്ട ആവശ്യം നിനക്കില്ല. നീയേ അപ്പുറത്തെ മുറിയും കൂടി ഒന്ന് നോക്കിയേ, ഏതെങ്കിലും ഒരു മുറി വൃത്തിയുള്ളത് കാണോടി, അതിൽ കയറി നമുക്ക് താമസിക്കാമെന്ന് വല്യപ്പച്ചൻ പറയുമ്പോൾ അലീന പറയാണ്. വേണ്ട വല്യപ്പച്ച, നമ്മളെന്തായാലും വന്ന് കയറിയത് ഈ മുറിയിലേക്ക് തന്നെയല്ലേ, നമുക്കിനി ഈ മുറി തന്നെ മതിയെന്ന് പറഞ്ഞുകൊണ്ട് അവർ കയ്യിലുണ്ടായ ബാഗൊക്കെ അവിടെ സൈഡിലെ ആ മേശയിലായിട്ട് വെക്കുന്നുണ്ട്. അലീന അവിടെയെല്ലാം പരതിയപ്പോൾ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് ആ മുറിയിലെ ഒരു വേസ്റ്റ് ബിൻ. അതിലേക്ക് തന്നെ അവിടെ കിടന്ന ചപ്പുചവറുകളെല്ലാം അലീന വാരിയിടുന്നുണ്ട്. ഇതേ സമയത്താണ് താഴെ നിന്നും ശബ്ദം കേൾക്കുന്നത് അലീനയും വല്യപ്പച്ചനും. ആരാടി അകത്ത് കയറിയിരിക്കുന്നത്? നിങ്ങളാരും എന്താ എന്നെ കണ്ടിട്ടൊന്നും പറയാത്തത്? ആരെങ്കിലും വിരുന്നുകാരുണ്ടോ? അല്ല, സാമുവലെങ്ങാനും വന്നിട്ടുണ്ടോ? നീ എന്താ ഇതൊന്നും മിണ്ടാത്തേ? ഇല്ലല്ലോ, അവന്മാരുടെ ആരുടെയും കാറൊന്നും പുറത്ത് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും റീത്താമ്മ ചോദിക്കാൻ തുടങ്ങി. റീത്താമ്മയോട് എൽസമ്മ പറയാണ്, ചേച്ചി പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. നമ്മളെ കഴിഞ്ഞ തവണ ഒരു വിരുന്നുകാരി വന്നത് അറിഞ്ഞായിരുന്നില്ലേ? ആ സ്റ്റാൻലി ചായൻ്റെ വീട്ടിൽ. സ്റ്റാൻലി ചായനാ? ഏത് സ്റ്റാൻലി ചായൻ? റീത്താമ്മ എൽസമ്മയെ കളിയാക്കിക്കൊണ്ട് പറയാണ്. ആ, ഇവരുടെ പപ്പയുടെ വീട്ടിൽ അവളും അങ്ങേരുടെ അപ്പച്ചനും കൂടി കയറി വന്നിട്ടുണ്ട്. ഇവിടേക്കോ? പിന്നല്ലാണ്ട് എവിടേക്ക്? അതായി പറയുന്നത് അവരുടെ ചെരുപ്പാണ് ആ പുറത്ത് കിടക്കുന്നതെന്ന്. ഞാൻ അവരോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടും അവർ സർവ്വ അധികാരവും എടുത്ത് അകത്ത് കയറി മുകളിലെ മുറി കൈയടക്കിയിരിക്കുക. എനിക്കെന്ത് പറയാൻ പറ്റും? ഇറങ്ങിപ്പോവാനല്ലേ പറയാൻ പറ്റൂ. അവളെ ദേഹത്തൊന്ന് കൈവച്ച് ഉന്തിയപ്പോഴേക്കും വല്യപ്പച്ചൻ കിടന്നലറി. അത് കൊള്ളാലോടി എൽസേ, നീ എന്നിട്ട് എന്നോടത് മറച്ചു വെക്കാൻ ശ്രമിക്കുകയായിരുന്നു? അല്ല എൻ്റെ ചേച്ചി, ഞാൻ ചേച്ചിയോട് അത് മറച്ചു വെച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാ? അല്ലെങ്കിൽ തന്നെ എന്നെയും എൻ്റെ മക്കളെയും സംരക്ഷിക്കുന്ന ചേച്ചിയിൽ നിന്നും ഇന്നേ വരെ ഞാൻ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ? ഇത് ചേച്ചി ഇനി അവരുമായിട്ട് സംസാരിച്ച് ആ സ്റ്റാൻലി ഇനി ഇവിടെ വന്ന് കിടന്ന് തൊള്ള തുറന്ന് പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ മിണ്ടാതെ നിന്നത്. സാവധാനം പറഞ്ഞ് അവരെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാമെന്ന് വിചാരിച്ചു. നീ ഇനി ഒന്നും ചെയ്യണ്ട. നീയേ ആ പിള്ളേരൊപ്പം ആ സോഫയിൽ അവിടെ കയറിയിരുന്നോ. വലിഞ്ഞു കയറി വന്നവരെ ഇവിടെ നിന്നും എങ്ങനെയാണ് ഇറക്കി വിടുന്നതെന്നേ നീ കണ്ണു നിറച്ചൊന്ന് കണ്ടോ. നാണവും മാനവും ഇല്ലാതെ കയറി വന്നിരിക്കുന്നു. പേരെ കയറ്റി ഇരുത്താൻ നീയും. കൊള്ളാലോടി എൽസേ.
കുടുംബത്ത് കയറ്റാൻ കൊള്ളാത്ത വർഗങ്ങളാ. 10-23 വർഷം കഴിഞ്ഞിട്ടവൾ അധികാരം സ്ഥാപിക്കാൻ വന്നിരിക്കുന്നു. ഏതവനോ ഏതവളോ പ്രസവിച്ച് ഉപേക്ഷിച്ച് തള്ളിയിട്ട് അപ്പച്ചനാണ് പപ്പയാണെന്നും പറഞ്ഞ് വലിഞ്ഞു കയറി വന്നപ്പോൾ നീയൊക്കെ അങ്ങ് അവളെ സ്വീകരിച്ചിരുത്തി അല്ലേടി? താഴെ നിന്നും റീത്താമ്മ ഉച്ചത്തിൽ അലറി വിളിക്കുന്നതെല്ലാം മുകളിൽ നിന്നുകൊണ്ട് അലീനയും വല്യപ്പച്ചനും കേൾക്കുന്നുണ്ടായിരുന്നു. എത്രത്തോളം പറയുമെന്ന് കേൾക്കട്ടെ എന്ന് കരുതി തന്നെ രണ്ടുപേരും കയ്യും കെട്ടി മുകളിലെ മുറിയിൽ തന്നെ നിൽക്കുകയാണ്. ഇതേ സമയം എൽസമ്മ റീത്താമ്മയുടെ അരികിൽ വന്നിട്ട് പതിയെ റീത്താമ്മ മാത്രം കേൾക്കേണ്ട രീതിയിൽ പറയുന്നുണ്ട്. ചേച്ചി, ആ സ്റ്റാൻലിയുടെ മോളാണ് അവളെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കേട്ടോ. പണ്ടേ എല്ലാവരും പറയാറുണ്ടായില്ലേ ടാനിയക്ക് അവിടെ തമ്മച്ചിയുടെ മുഖച്ഛായ ഉണ്ടെന്നൊക്കെ. ഇത് അതിനപ്പുറത്തേതാ. എന്ന് വെച്ചാൽ അവരുടെ അമ്മച്ചിയുടെ ഫോട്ടോ അല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിനെ പറിച്ചെടുത്ത് വെച്ചിരിക്കുന്നത് പോലത്തെ ഒരു മുതലാ ഇന്നിവിടെ കയറി വന്നതെന്ന് ആരും കേൾക്കാത്ത രീതിയിൽ സ്വകാര്യമായിട്ട് പറയാണ്. എന്നാൽ റീത്ത ഇത് കേട്ട പാടെ ഉച്ചത്തിൽ വിളിച്ച് പറയുന്നുണ്ട്, അത്രയ്ക്ക് മുഖച്ഛായ ഉണ്ടെങ്കിലേ അതായ കിളവൻ്റെ കിടാവായിരിക്കോടിയെന്നാ. എന്നിട്ടിപ്പോൾ മോൻ്റെ തലയിൽ കെട്ടിവെച്ച് നടക്കുന്നതായിരിക്കും. റീത്തയുടെ വായിൽ നിന്നും വളരെ മോശപ്പെട്ട രീതിയിലുള്ള വഷളത്തരത്തിലുള്ള സംസാരങ്ങൾ കേട്ടപ്പോൾ വല്യപ്പച്ചന് സഹിച്ചില്ല. വല്യപ്പച്ചൻ മുകളിൽ നിന്നുകൊണ്ടും കയ്യിലുണ്ടായ സ്റ്റിക്ക് ഒന്നുകൂടി ഉച്ചത്തിൽ തറയിൽ തട്ടിക്കൊണ്ട് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ്. വല്യപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, ഏതവൾ കാടി ഞങ്ങളുടെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഇത്ര സംശയം? നിനക്കൊക്കെ ഇനി എന്ത് തെളിവാടി ഞങ്ങൾ നിരത്തേണ്ടത്? അവളുടെ തന്ത ആരാണെന്ന് തെളിയിക്കാൻ? അല്ലെങ്കിൽ തന്നെ കണ്ടവളന്മാരെ തെളിയിക്കേണ്ട ആവശ്യം കൊട്ടാരമറ്റത്തുകാരിക്കില്ലടി. അവൾ അനിയത്തിയെയും മക്കളെയും കസ്റ്റഡിയിൽ വെച്ചിട്ട് ചെലവ് കഴിഞ്ഞു പോകാനും സമ്പാദ്യം കൂട്ടാനും വേണ്ടിയിട്ട് അനിയൻ്റെ പണം തട്ടാൻ നടക്കുന്നവള്. നിന്നേക്കാളും എത്ര അന്തസ്സുണ്ടടി റോട്ടിൽ പിച്ചയെടുക്കുന്ന പാവങ്ങൾക്ക്. നിന്നെ ഞാനൊന്നും പറയുന്നില്ല. നിന്റെ പഴയകാല ചരിത്രമൊന്നും അറിയാത്തവനല്ലേ ഈ അവധുക്കുട്ടി. ഒരു പെണ്ണിൻ്റെ മുഖത്ത് നോക്കിയേ പറയുന്നതിന് ഒരു അന്തസ്സും പരിമിതിയും ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മിണ്ടാതെ നിൽക്കാണ്. നീ വെറുതെ എൻ്റെ വായിൽ കൈയിട്ട് ഇളക്കരുതിട്ടോ. വല്യപ്പച്ചൻ്റെ രൂക്ഷമായ മറുപടി കേട്ട് ഒരു നിമിഷം പതറി നിൽക്കുകയാണ് റീത്താമ്മ. റീത്താമ്മയ്ക്ക് പിന്നെ പെട്ടെന്ന് എന്ത് പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. വല്യപ്പച്ചൻ്റെ സംസാരത്തിനിടയിൽ തന്നെ അലീനയെയും കണ്ടിരുന്നു റീത്താമ്മച്ചി. റീത്ത മുൻപ് ഇവരുടെ അമ്മച്ചിയുടെ ഫോട്ടോയിൽ മാത്രമേ ഇവരെല്ലാവരും കണ്ടിട്ടുള്ളൂ. ആ ഫോട്ടോയിൽ കണ്ട അതേ രൂപം പോലെ തന്നെ തോന്നിയിരുന്നു. അതും കൂടി കണ്ടപ്പോൾ ആകെപ്പാടെ ഒരു ഷോക്ക് അടിച്ച പോലെ തന്നെയായി. പിന്നെ കുറച്ച് സമയത്തേക്ക് അവിടെ ഒരു നിശബ്ദമായിരുന്നു. പഴയ പോലെ റീത്താമ്മച്ചി വീണ്ടും പറഞ്ഞു തുടങ്ങുകയാണ്, നിങ്ങൾക്കൊക്കെ നാണോ മാനോ ഇല്ലേ? എൻ്റെ അനിയത്തിയും മക്കളും നിങ്ങളുടെ മകനെ ഉപേക്ഷിച്ച് പോന്നിട്ട് വർഷങ്ങളോളായി. എന്നിട്ട് അവർക്കുള്ള ചെലവിൻ്റെ പൈസ പോലും നേരാവണ്ണം ഇവിടേക്ക് എത്താറില്ല. എന്നിട്ട് പിന്നെ എന്തിൻ്റെ അധികാരത്തിലോ അവകാശത്തിലോ ആണ് നിങ്ങൾ ഈ പടി കടന്ന് വന്നത്? നിങ്ങളുടെ മോൻ കെട്ടിപ്പൊക്കി തന്ന വീട് കണ്ടിട്ടോ? ആ വീടേ നോക്കിക്കൊണ്ടു നടക്കുന്നത് എൻ്റെ അനിയത്തി ഒരാളാ. അല്ലാതെ ഇവിടെ ആരെങ്കിലും വിടാറുണ്ടോ ഈ വീടൊന്നടിച്ചു തൂക്കാനൊക്കെ ആയിട്ട്? അത് കൊള്ളാലോടി പെമ്പർന്നോത്തി നീ ഈ പറയുന്നത്. ഒരു വീട്ടിലുള്ള പെണ്ണല്ലേ ഇതൊക്കെ നോക്കിക്കൊണ്ട് നടക്കേണ്ടത്? ഇനി അതിനെയും കൂടി എൻ്റെ മോൻ ആളെ നിർത്തി തരണോ? എൻ്റെ കർത്താവേ, ഇത് എന്തൊക്കെ കേൾക്കണത്? നീയും നിൻ്റെ ചേച്ചിയും അനിയത്തിമാരും ഒക്കെ ഇങ്ങനെ തന്നെയാണോ? അല്ല, ഈ ബുദ്ധിയും ബോധവും ഇല്ലാത്ത വർഗങ്ങളാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വല്യപ്പച്ചൻ്റെ വർത്താനം കേട്ട് അലീനയ്ക്ക് ചിരിയാണ് വന്നത്. അലീനയുടെ ചിരി കണ്ടപ്പോൾ റീത്താമ്മച്ചിക്ക് ഒന്നുകൂടി ദേഷ്യം വന്നു. റീത്താമ്മച്ചി ചോദിക്കുന്നുണ്ട്, നിനക്കെന്ത് അവകാശമുണ്ടടി ഞങ്ങളുടെയൊക്കെ കുടുംബത്തിൽ ഇങ്ങനെ വന്ന് നിന്നിട്ട് നാണം കെട്ട ചിരി ചിരിക്കാൻ? കൊള്ളാലോടി പെണ്ണേ നീ. ഇത് കേട്ടപ്പോൾ അലീനയ്ക്കും മറുപടി പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. അലീന 1-2 സ്റ്റെപ്പും കൂടിയും താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അലീന പറയാണ്, അങ്ങനെയാണോ? ഈ വീടും സ്ഥലവുമൊക്കെ നിങ്ങളുടേതാണോ? അങ്ങനെയാണെങ്കിൽ അതിനൊരു തെളിവായിട്ട് എന്തെങ്കിലും ഒരു തെളിവ് എനിക്ക് കാണിച്ചു തന്നാൽ ഈ നിമിഷം വന്ന പോലെ ഞാനും എൻ്റെ വല്യപ്പച്ചനും ഇറങ്ങിത്തരാം. അതല്ല, ഈ വീടും പറമ്പും ഇപ്പോഴും എൻ്റെ
എൻ്റെയും ഈ ഇരിക്കുന്ന കുട്ടികളുടെയും പപ്പയായ സ്റ്റാൻലിയുടെ പേരിലാണെന്ന് ഞാൻ തെളിയിച്ചാൽ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇപ്പം തന്നെ ഇറങ്ങി തരുമോ? എന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് കുടുംബക്കാർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടേ, അതുകൊണ്ടായിരുന്നു. അലീന കണ്ണടച്ചുകൊണ്ട് തന്നെ റീത്താമ്മച്ചിയെ വെട്ടിയിട്ട പോലെയുള്ള മറുപടി കൊടുത്തു. റീത്താമ്മച്ചിക്ക് മനസ്സിലായി ഇവള് കാര്യം നിസ്സാരക്കാരിയല്ല, എല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നതെന്ന്. റീത്താമ്മച്ചി എന്നിട്ടും വിട്ടുകൊടുക്കുന്നുണ്ടായിരുന്നില്ല. തൽക്കാലം അധികാരത്തിൻ്റെ സ്ഥാനം അവിടെ മാറ്റി നിർത്തിക്കൊണ്ട് അടുത്ത ടോപ്പിക്ക് എടുത്തിടാണ് റീത്താമ്മച്ചി. റീത്താമ്മച്ചി ചോദിക്കുന്നുണ്ട്, ഇത്രയും കാലം നിന്നെയും നിൻ്റെ വല്യപ്പച്ചനെയും ഒന്നും ഇവിടെ കണ്ടില്ലല്ലോ. ഞാനും എൻ്റെ ആങ്ങളമാരും അല്ലേ എൻ്റെ അനിയത്തിയെയും മക്കളെയും നോക്കിയിരുന്നത്. ഇനിയും അങ്ങനെയൊക്കെ തന്നെ മതി. എന്തായാലും ഞങ്ങളാരും തന്നെ ഈ സ്റ്റാൻലിയെയും സ്റ്റാൻലിയുടെ പിന്നാലെയും ഞങ്ങൾ വരാൻ ഉദ്ദേശിച്ചിട്ടില്ല. അത് ശരിയാണ് മോളെ അവളാ പറഞ്ഞത്. വല്യപ്പച്ചൻ തുടരുകയാണ്. വല്യപ്പച്ചൻ പറയുന്നുണ്ട്, ഇവളാരും സ്റ്റാൻലിയുടെ പിന്നാലെയോ വന്നിട്ടില്ല. ഇവർക്ക് സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങ് കേസ് കൊടുത്തിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ അലീന വല്യപ്പച്ചൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, അതേ മോളെ, ഇവരെ നമ്മുടെ സ്റ്റാൻലിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ഭാര്യയെയും മക്കളെയും നോക്കുന്നില്ലെന്നാണ് കേസ്. എന്ത് ചെയ്യാനാണ്? അതിനൊക്കെ തെളിവേ അവൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് പിന്നെ ഇവരുടെ വക്കീൽ വാലും ചുരുട്ടി അങ്ങ് പോയത്. ഈ ഇരിക്കുന്ന എൽസയ്ക്ക് ഒന്നും അറിയില്ല, മണ്ടത്തിയ. ഈ നിൽക്കുന്ന ഭീകരജീവി പറയുന്നതാണ് അവൾക്ക് വേദവാക്യം. അതൊക്കെ ഒന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ വല്യപ്പച്ച ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ കയ്യിൽ അതിനുള്ള എല്ലാ തെളിവുകളും ഉണ്ട്. അല്ല, നീ ഈ തെളിവുകളൊക്കെ കാണിച്ചിട്ട് ഇവരെ അങ്ങ് കൂട്ടിക്കൊണ്ട് പോകുമോ? എന്നാ അതെനിക്കൊന്ന് കാണണമല്ലോടി. അലീനയുടെ മുഖത്ത് നോക്കി റീത്താമ്മച്ചി വെല്ലുവിളിക്കുന്ന പോലെ പറയുകയാണ്. അലീന വല്യപ്പച്ചനെ ഒന്ന് നോക്കിയിട്ട് അവൾ കണ്ണടച്ച് കാണിച്ചിട്ട് റീത്താമ്മച്ചിയോട് പറയുന്നുണ്ട്, അങ്ങനെയാണോ? എങ്കിലേ റീത്താമ്മച്ചി ഇന്ന് തുടങ്ങി ഒന്ന് കൗണ്ട് ചെയ്തോ. ഇന്നേക്ക് 30ാമത്തെ ദിവസം ഞാനും ഈ ഇരിക്കുന്ന എൻ്റെ പപ്പയുടെ ഭാര്യയായ എൽസാമയും എൻ്റെ സഹോദരങ്ങളായ 3 പേരെയും ഞാൻ ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിരിക്കും. ഇതേ ഉറപ്പായ കാര്യമാണ്. അത് കൊള്ളാലോ, നിനക്ക് ഇത്രക്കുറപ്പോ? അതേ റീത്താമ്മച്ചി, ഇത്രയ്ക്കുറപ്പാ. ഇവിടെ നടക്കാൻ പോകുന്ന കളികൾ ഇന്നെന്തായാലും ഞങ്ങൾക്ക് യാത്രാക്ഷീണമൊക്കെ ഉണ്ട്. നാളെ തുടങ്ങി ഇവിടെ നടക്കുന്ന കളികൾ എന്താണെന്ന് റീത്താമ്മച്ചി വേണമെങ്കിൽ ഇരുന്ന് കണ്ടോന്നേ, നമുക്ക് കാണാലോ. റീത്താമ്മച്ചി ഉദ്ദേശിക്കുന്ന കളികളൊന്നുമല്ല, റീത്താമ്മച്ചി കളിച്ച കളികളുമല്ല, കാണാനിരിക്കുന്നതല്ലേ ഉള്ളൂ. കണ്ടു തന്നെ അറിയാം. അലീനയുടെ നിശ്ചയിച്ചുറപ്പിച്ച പോലെയുള്ള ആ സംസാരം കേട്ട് റീത്താമ്മച്ചി ഒരു നിമിഷം ഒന്ന് പതറിപ്പോവാണ്. കാരണം സ്റ്റാൻലിയിൽ നിന്നും മേടിച്ചെടുക്കുന്നതിൻ്റെ 1/3 മാത്രമാണ് താൻ അനിയത്തിക്കും മക്കൾക്കും കൊടുക്കുന്നതെന്നും, അതുകൂടാതെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻലി പലപ്പോഴായി വിലപ്പെട്ട സമ്മാനങ്ങൾ കൊടുത്തതൊക്കെയും റീത്താമ്മയും മക്കളും കൈക്കലാക്കി വെച്ചിരിക്കുകയാണെന്ന് ഏകദേശം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അലീനയും നിൽക്കുന്നത്. അലീനയ്ക്കിനി അതിനുള്ള തെളിവുകളും കൂടി കണ്ടെത്തണം. അതിനുള്ള കളികളാണ് ഇനി കാണാൻ പോകുന്നത്. തുടർച്ചയായുള്ള എപ്പിസോഡിനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുതേ. ശുഭരാത്രി.